നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ദൈനംദിനം ഹൃദയത്തിൽ നിന്ന് ഇലാഹിയായ ചിന്തകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവികമായ ഭയം ഇല്ലാതായി പോകുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയായി, ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോ ഇലാഹിയായ ചിന്ത എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, എന്തുകൊണ്ടാണ് ഇലാഹിയായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് ഞാൻ ഓതട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت رسلهم في الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹ് ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഈ ആയത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? ഇലാഹിയായ ചിന്തകളെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്. ആ ബോധതലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തപ്പെടുന്നത് ഒരു മനുഷ്യനെ റബ്ബിനെ മനസ്സിലാക്കുമ്പോഴാണ്. ആ റബ്ബിനെ മനസ്സിലാക്കണമെങ്കിൽ, റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അവന്റെ സൃഷ്ടികളെ കുറിച്ച്, അവന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ കുറിച്ച്, ഈ പ്രപഞ്ചമണ്ഡലത്തെ കുറിച്ച് പഠിക്കാതെ ഒരാൾക്കും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മുൻകാല സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ അവരോട് ചോദിച്ചു, അഫില്ലാഹി ശക്കും ഫാത്തിറിസ് സമാവാതി വൽ അർള്. ആകാശങ്ങളെയും ഭൂമികളെയും, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിലാണോ നിങ്ങൾ സംശയിക്കുന്നത്? അള്ളാഹ് ചോദിച്ചു. ആ മുർസലീങ്ങളായ മുൻകഴിഞ്ഞ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാര് ചോദിച്ചു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവിലാണോ നിങ്ങൾ സംശയിക്കുന്നത്? നമ്മളെ സംശയം ഇന്ന് റബ്ബിലാണ്. നമ്മുടെ വിഷയം ഇന്ന് മതത്തിന്റെ പേരിലാണ്. എല്ലാവർക്കും ഇന്ന് കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടില് മതനിരാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ലിബറൽ ആശയങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. മതത്തിന്റെ മതിൽ കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്നത് അതൊരു ഭാരമായി തോന്നുകയും മതമില്ലാത്തവരായി മാറുകയും ചെയ്തിട്ട് മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കൽ അത് വലിയ പ്രയാസമായി തോന്നുന്ന സമൂഹം മതത്തിന്റെ നിയമങ്ങൾക്കോ മതാചാരങ്ങൾക്കോ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കോ നിലയും വിലയും നൽകാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, പ്രിയപ്പെട്ട മുസ്ലിമേ, മുൻകഴിഞ്ഞ സമുദായത്തോട്, മുൻകഴിഞ്ഞു പോയ സമുദായത്തോട്, ആ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാര് ചോദിച്ചു, ആകാശങ്ങളെയും അഫില്ലാഹി ശക്കും ഫാത്തിറിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമികളെയും, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടാവായ അള്ളാഹുവിലാണോ നിങ്ങൾ സംശയിക്കുന്നത്? നമ്മളെ സംശയവും മാറിക്കിട്ടും. ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ ഈ പ്രഭാഷണം നമ്മുടെ സംശയങ്ങൾ മാറാനാണ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ചോദിക്കുകയാണ്, അഫില്ലാഹി ശക്കും, അള്ളാന്റെ വിഷയത്തിലാണോ നിങ്ങൾക്ക് സംശയം? അതൊരു ചോദ്യമല്ല പ്രിയപ്പെട്ടവരെ, അത് കേവലം ഒരു ചോദ്യമല്ല. മഹാനായി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ ഒരു ചോദ്യം സംശയത്തോടെ ഉന്നയിച്ചതല്ല, മറിച്ച് അത്ഭുതവും ശാസനയും പ്രകടിപ്പിക്കാനാണ്
അഫില്ലാഹി ശക്കുൻ, നിങ്ങൾക്ക് സംശയമുണ്ടോ? നമ്മൾ ചോദിക്കൂലേ, എനിക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കൂലേ? ആ ചോദ്യമാണിത്. അഫില്ലാഹി ശക്കുൻ. ഈ ചോദ്യം അത്ഭുതത്തിന്റെയും ശാസനയും പ്രകടിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചത്. അഫില്ലാഹി ശക്കുൻ, നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ, ആകാശങ്ങളെയും ഭൂമികളുടെയും സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിഷയത്തിലാണോ നീ സംശയിക്കുന്നത്? എന്തിനാണ് ആകാശത്തെയും ഭൂമിയെയും പറഞ്ഞത്? അതിന്റെ മുമ്പ് ആയത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചു, ഫാത്തിരി എന്ന ഉപയോഗിച്ചത്. എന്താ ഫാത്തിർ എന്ന് പറഞ്ഞാൽ? ആദ്യമായി സൃഷ്ടിച്ചവൻ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയപ്പോ ഒരു മാതൃകയുണ്ടായിരുന്നില്ല. എല്ലാം റബ്ബിന്റെ തീരുമാനത്തിനതീതമായിരുന്നു. എല്ലാം റബ്ബിന്റെ തീരുമാനത്തിനതീതമായിരുന്നു. എല്ലാം റബ്ബിന്റെ നിശ്ചയത്തോടെ, എല്ലാം റബ്ബിന്റെ തീരുമാനത്തോടെയാണ് എല്ലാം ഭൂമിയും ആകാശവും, ആ ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും ഈ പ്രപഞ്ചത്തിലുള്ളതും എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ഒരൊറ്റ തീരുമാന പ്രകാരം മാത്രമാണെന്ന് സൂചിപ്പിക്കാനാണ്. എന്ന് വെച്ചാൽ ഈ ആകാശങ്ങളെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, ആകാശങ്ങളെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, ഭൂമികളെ കുറിച്ച് പഠിച്ചാല് ഒരിക്കലും ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച് പഠിക്കാൻ നിനക്ക് കഴിയും. അപ്പോ ഒരിക്കലും പ്രപഞ്ചനാഥനായ റബ്ബിനെ മറന്ന് ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകുമാറാവട്ടെ. എന്താ പ്രപഞ്ചം എന്ന് പറഞ്ഞാല്? ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും പടച്ചത് അല്ലാഹുവല്ലേ. നമ്മൾ പ്രപഞ്ചം എന്ന് പറയും. എന്താണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭാഷയിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോ അതിൽ ഭൂമി ഉൾപ്പെടുന്നുണ്ട്, അതിൽ ആകാശം ഉൾപ്പെടുന്നുണ്ട്, ആകാശത്തിനിടയിലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ഏഴാകാശം ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ചത്തില് ജീവനുള്ള അചേതനമായ എന്തൊക്കെ വസ്തുക്കൾ അല്ലാഹു പഠിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് രണ്ട് രീതിയിലാണ്. ഒന്ന് ആത്മീയമായ നിലനിൽപ്പാണ്. ആ ആത്മീയമായ നിലനിൽപ്പിന് വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകള് ഈ ഭൂമി ലോകത്തുള്ളത്. അത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലാണെങ്കിൽ ഭൂമിയുടെ ഭൗതികമായ നിലനിൽപ്പെന്ന് പറയുന്നത് ചന്ദ്രാദി ഗോളങ്ങളടക്കമുള്ള സൗരയുധത്തിലെ ഗോളങ്ങളും, സൗരയുധം മാത്രമല്ല അനേകായിരം കോടിക്കണക്കിന് ഗാലക്സികളും ഉൾക്കൊള്ളുന്നത് ഈ ലോകത്തിന്റെ ഭൗതികമായ നിലനിൽപ്പിന് അനിവാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ, ഇതിന്റെ അർത്ഥതലങ്ങൾ പഠിച്ചാൽ, ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഒരിക്കലും നിനക്ക് റബ്ബിനെ അവഗണിക്കാൻ, അള്ളാഹു പറഞ്ഞതിനെ ധിക്കരിക്കാൻ, അള്ളാഹു പറഞ്ഞതിനോട് മുഖം തിരിഞ്ഞു കളയാൻ കഴിയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള ഭൂമി, ഈ പ്രപഞ്ചത്തിലെ ഭൂമി, ഈ പ്രപഞ്ചത്തിലെ ഭൂമി, ആ ഭൂമി എപ്പോഴാണ് പടച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പറ്റും. ശാസ്ത്രം പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അത് ഭൂമി മാത്രമല്ല, ഭൂമിയും ആകാശവും ഈ അണ്ഡഘടാകത്തിന്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 13.8 ബില്യൺ വർഷമാണ്. ശരാശരി ഒരേകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 1380 വർഷങ്ങൾക്ക് മുമ്പാണ്. ശാസ്ത്രം പഠിപ്പിക്കുകയാണ് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടാകുന്നത് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായത് എന്ന് ശാസ്ത്രം പറയുമ്പോ ഇത് വെറുതെ കണ്ടുപിടിച്ചതല്ല.
ഇത് വെറുതെ കണ്ടുപിടിച്ചതല്ല. ഈ ഒരു പ്രപഞ്ചമുണ്ടായപ്പോ ഈ പ്രപഞ്ചത്തിൽ 1380 കോടി വർഷം മുമ്പ് ഈ പ്രപഞ്ചമുണ്ടായപ്പോ അതിൽ ഭൂമിയുണ്ട്, അതിൽ ആകാശമുണ്ട്, അതിൽ സൗരയുധങ്ങളുണ്ട്, അതില് മിൽക്കി വേ ക്ഷീരപഥങ്ങളുണ്ട്, അതിൽ ഗാലക്സികളുണ്ട്. എല്ലാം അടങ്ങുന്നതാണ് അള്ളാഹു ഈ ഭൂമി ലോകത്തുണ്ടാക്കിയത്, ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചത് എങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നറിയണ്ടേ? എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നറിയണ്ടേ? കോസ്മിക് മൈക്രോവേവ് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിലൂടെ പ്രകാശത്തെ മനസ്സിലാക്കി കോടിക്കണക്കിന് ഗാലക്സികൾ ഈ ലോകത്തുണ്ട്. ആ ഗാലക്സികളുടെ പ്രകാശങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഇത്ര വർഷം മുമ്പാണ് ഈ ഭൂമി ലോകത്തേക്ക്, ഈ പ്രപഞ്ചം അല്ലാഹു ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായത് എന്ന് ശാസ്ത്രത്തിന്റെ അനുമാനം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങുന്നതാണ് ക്ഷീരപഥം, ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങുന്നതാണ് മിൽക്കി വേ. നമ്മുടെ സൗരയുധം സ്ഥിതി ചെയ്യുന്നത് ക്ഷീരപഥ ഗാലക്സിയിലാണ്. നമ്മുടെ ഗാലക്സിയുടെ പേരാണത്. അല്ലാഹുവേ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട്, ഇത് പറയുമ്പോ ശാസ്ത്രം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കണ്ട. സൗരയുധം എന്താണെന്ന് ആദ്യം പഠിക്കണം. സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളെയും അതിന്റെ ഒരു കൂട്ടത്തെയാണ് സൗരയുധം എന്ന് പറയുന്നതെങ്കിൽ ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് സൂര്യൻ, ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് 8 ഗ്രഹങ്ങൾ, ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് അവയുടെ ഉപഗ്രഹങ്ങൾ, ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് കുള്ളൻ ഗ്രഹങ്ങൾ, ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ചിഹ്നഗ്രഹങ്ങൾ, ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ധൂമകേതുക്കള്, ആ സൗരയുധത്തിൽ ഉൾക്കൊള്ളുന്നതാണ് മറ്റു ബഹിരാകാശ വസ്തുക്കള്. ഇതെല്ലാം പടച്ചതവനല്ലയോ? ഇതെല്ലാം പടച്ചത് റബ്ബല്ലയോ? ഭൂമി എന്ന് പറയുന്നത് സൗരയുധത്തിലെ 3ാമത്തെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കണേ. അതുപോലെ കൂട്ടത്തിലെ ഗാലക്സികളെ കുറിച്ചും പഠിക്കണം. കോടിക്കണക്കിന് 100 കോടിക്കണക്കിന് നക്ഷത്രത്തിന്റെ വലിയ കൂട്ടങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിലും അതിൻ്റെതായ സൗരയുധങ്ങളും ഉണ്ടാകാമെന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഇതെല്ലാം സംവിധാനിച്ചതാരാ? ഇനിയാണ് അർത്ഥം വെക്കേണ്ടത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹുവിലാണോ സംശയിക്കുന്നത്? അല്ലാഹുവേ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നോക്കണേ നിങ്ങള്, ഇതൊക്കെ ആകാശലോകത്തുള്ളതാണ്. നമുക്ക് വല്ല വിവരവുമുണ്ടോ? നമുക്ക് വല്ല അറിവുണ്ടോ? അതുപോലെ തന്നെയാണ് സൂര്യൻ എന്നതൊരു നക്ഷത്രം മാത്രമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 150 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യന് ആ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് എപ്പോഴാണെന്നറിയോ? ഏകദേശം 8 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞിട്ടാണ് സൂര്യനിൽ നിന്ന് അതിന്റെ പ്രകാശം താഴെ ഭൂമിയിലേക്ക് എത്തുന്നത്. ഇത് ശാസ്ത്രം തെളിയിക്കപ്പെട്ടതാണ്. നോക്കന്റെ പ്രിയപ്പെട്ടവരെ, അത്ര കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശില്പി വേണം. ഇതിന്റെ പിന്നിൽ കാര്യങ്ങൾ അറിയുന്ന, ഇതിന്റെ പിന്നിൽ കൃത്യമായി ഇതിനെ നിർവഹിക്കാനും കൃത്യമായി ഇതിനെ സൃഷ്ടിക്കാനും അറിയുന്ന ഒരു ശില്പിയുടെ ആവശ്യം നിർബന്ധമാണ്. എന്നാൽ മതമില്ലാത്ത, മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭൗതികവാദികളായ ആളുകൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെന്നാണ്. ഇതിന്റെ പിന്നിൽ ഒരു അദൃശ്യമായ ശക്തി ഉണ്ടെന്നാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പുത്തൻവാദികളോട്, വിദഅകളോട്, ലിബറൽ ആശയക്കാരോട്, പുത്തനാശയക്കാരോട്, മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരേ ഒരു വാക്ക്, നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞങ്ങളും പറയുന്നത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിനൊരു അദൃശ്യ ശക്തിയുണ്ട്. ആ അദൃശ്യ ശക്തിയുടെ പേരാണ് അല്ലാഹ്.
ഫാത്തിരി സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടാവായ അല്ലാഹുവിലാണോ നിങ്ങൾ സംശയിക്കുന്നത്? ഇത് വെറുതെ ചോദിച്ചതല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിന്റെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ച സംവിധാനങ്ങള് നമുക്കൊന്നും കണ്ടെത്താൻ പോലും ഇത്ര കാലമായിട്ടും ശാസ്ത്രലോകത്തിന് അതിന്റെ 7 അയൽവക്കത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ചന്ദ്രൻ ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹമാണ്. ഭൂമിയിൽ നിന്ന് ശരാശരി 384-400 കിലോമീറ്റർ അകലെയുള്ള ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ പടച്ചതും ആരാണ്? അല്ലാഹു അല്ലയോ? ശാസ്ത്രം പറയുന്നു ചന്ദ്രനിലെ അന്തരീക്ഷം വളരെ നേർത്തതാണ്. അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങള് കൃത്യമായി നമ്മൾ പഠിക്കുമ്പോ അതും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. തീർന്നില്ല. ഗ്രഹങ്ങള് സൗരയുധത്തിൽ 8 ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു. ആ ഗ്രഹങ്ങളെ അത് തകരാതെ, അത് കൂട്ടിമുട്ടാതെ അതിന്റെ കറക്കങ്ങൾ കൃത്യമായി നടക്കുകയും ആ ഗ്രഹങ്ങളിലുള്ള കാര്യങ്ങള് അത് കൃത്യമായി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നേതാവ്, കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഉടമസ്ഥനില്ലയോ? ആ ഉടമസ്ഥന്റെ പേരാണ് അല്ലാഹ്. അഫില്ലാഹി ശക്കുൻ. എങ്ങനെയാ നിങ്ങൾ സംശയിക്കുന്നത്? തീർന്നില്ല. നക്ഷത്രങ്ങളുണ്ട്. എന്താ നക്ഷത്രങ്ങളുടെ പ്രത്യേകത? നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. മാത്രമല്ല രാത്രിയിൽ ചില നക്ഷത്രങ്ങൾ പ്രകാശിക്കും. ആ പ്രകാശങ്ങള് ഭൂമിയിലെത്താൻ ലക്ഷക്കണക്കിന് വർഷമെടുക്കുമെന്ന് ശാസ്ത്രം പറയുമ്പോ എന്താണ് എന്റെ സഹോദരായി കേൾക്കുന്നത്? ഇത് സൃഷ്ടിച്ചതെല്ലാം റബ്ബല്ലയോ? ഇത് സൃഷ്ടിച്ചതെല്ലാം റബ്ബല്ലയോ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നറിയോ? 5 പാളികളാണ് അല്ലാഹു ഈ ഭൂമിക്ക് സംവിധാനിച്ചിരിക്കുന്നത്. 5 പാളികള്. ഇതേ കുറിച്ച് പഠിക്കണോ നമ്മള്? ശാസ്ത്രം പഠിക്കേ. 5 പാളികളാണ് ഈ ഭൂമിക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഏതാണ് 5 പാളി എന്നറിയോ? ചുരുക്കി പറയട്ടെ, വിശദീകരിക്കാൻ സമയമില്ല. ഒന്നാമത്തെ പാളി ഏതാന്നറിയോ? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന നാം അധിവസിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, ഈ പാളിയിലാണ് മനുഷ്യന് സുന്ദരമായി ജീവിക്കാൻ കഴിയുക. ഇത് സംവിധാനിച്ചത് അല്ലാഹു അല്ലയോ? ഇതിന്റെ പിന്നിൽ അദൃശ്യമായ ശക്തി അത് അല്ലാഹുവിന്റെ കരങ്ങളല്ലയോ? ഈ ട്രോപ്പോസ്ഫിയറിലാണ് നാം അതിജീവിക്കുന്നത്. അവിടെ വായുണ്ട്, അവിടെ മഴയുണ്ട്, അവിടെ മേഘമുണ്ട്. തീർന്നില്ല. അവിടെ ഇടിമിന്നലുണ്ട്, അവിടെ കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന പാളിയിലാണ്. ഇവിടെ മനുഷ്യന് പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുമ്പോ രണ്ടാമത്തെ പാളിയാന്നറിയോ? രണ്ടാമത്തെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച രണ്ടാമത്തെ പാളി ഏതാണെന്നറിയോ? സ്ട്രാറ്റോസ്ഫിയർ എന്ന് വെച്ചാൽ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓസോൺ പാളി. യുവിയെ തടയാൻ ഓസോൺ പാളിയിലൂടെ, അതിന്റെ സുശീലങ്ങളിലൂടെ കടന്നു വരുന്ന കിരണങ്ങളെ തടയാൻ ആ ഓസോൺ പാളിക്ക് വിള്ളൽ വീണു എന്ന് ശാസ്ത്രം പറയുന്നു. ആ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെ തടയാൻ, യുവി എന്ന് പറയുന്ന രശ്മികളെ തടയാൻ അല്ലാഹു സംവിധാനിച്ച സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഈ പാളി ഭൂമിക്കൊരു രക്ഷാ കവചമാണ്. ഇത് സംവിധാനിച്ചതാരാണ്? ഈ ഒരു ഓസോൺ പാളി അതില്ലായിരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികള്, അൾട്രാ വയലറ്റ് രശ്മികൾ എന്ന് പറയപ്പെടുന്ന UV രശ്മികള്, അതൊരു മനുഷ്യന്റെ ശരീരത്തിൽ പതിച്ചാൽ അവന്റെ ജീവിതം പോലും ദുസ്സഹമായി പോകും. അവൻ അപകടത്തിലായി പോകും. അവന്റെ ആ അപകട നില തരണം ചെയ്യാൻ, ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ അല്ലാഹു സ്ട്രാറ്റോസ്ഫിയർ നിർമ്മിച്ചു.
ഒരു പാളി അന്തരീക്ഷത്തിന്റെ മുകളിൽ നിർമ്മിച്ചു. ആ പാളി അവിടെയുള്ളത് കൊണ്ട്, സ്ട്രാറ്റോസ്ഫിയർ അവിടെയുള്ളത് കൊണ്ട്, ട്രോപ്പോസ്ഫിയറിലേക്ക് ഓസോൺ പാളി എവിടെയുള്ളത് കൊണ്ട് അൾട്രാ വയലറ്റ് രശ്മികള് ഭൂമിയിലേക്ക് പതിക്കാതെ, ഭൂമിയിലുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കാതെ അല്ലാഹു കാത്തിരക്ഷിക്കുകയാണ്. ഈ പാളിയുടെയും ഉടമസ്ഥൻ അല്ലാഹു അല്ലയോ? കഴിഞ്ഞില്ല. മൊസോസ്ഫിയർ എന്ന് പറയുന്ന നമ്മുടെ ഭൂമി ലോകത്തേക്ക്, മൊസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് നിന്ന് വരുന്ന ചെറിയ ഉൽക്കകളുണ്ട്. കേൾക്കണേ സഹോദര, കേൾക്കണേ സഹോദരി, ശാസ്ത്രമാണ് പറയുന്നത്. നമ്മൾ കേൾക്കാത്ത അറിവുകളാണ്. ഒന്നാമത്തെ പാളി ഞാൻ പറഞ്ഞു, നമ്മൾ അധിവസിക്കുന്ന ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെയുണ്ട്, മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ സന്തോഷങ്ങളും അവിടെയുണ്ട്. എന്നാൽ അതിന്റെ മുകളിലും ഒരു പാളിയുണ്ട് മനുഷ്യന് ജീവിക്കാൻ. അൾട്രാവയലറ്റ് രശ്മികള്, ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു പാളി. ആ പാളിയെ തുളച്ച് ഭൂമിയിലേക്ക് വരാതിരിക്കാൻ, വന്നാൽ മനുഷ്യനത് അപകടമാണെന്ന് മനസ്സിലാക്കി മനുഷ്യന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു രണ്ടാമത്തെ ഒരു പാളിയെ അല്ലാഹു നിയമിച്ചു. അല്ലാഹു ഉണ്ടാക്കിയതാണത്, സ്ട്രാറ്റോസ്ഫിയർ ആണത്. മൂന്നാമത്തെ പാളി ഏതാ? മൊസോസ്ഫിയർ ആണ്. ബഹിരാകാശത്ത് നിന്ന് വരുന്ന ചെറിയ ഉൽക്കകള്. നമുക്കറിയാം, ഉൽക്ക കൊണ്ട് എറിയാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോ ഒരു തീ കൊണ്ടുള്ള പന്തം, ഒരു തീ കൊണ്ടുള്ള ബോള് അത് ആകാശത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നത് നമുക്ക് കാണാറുണ്ട്. ശാസ്ത്രം പറയുകയാണ്, മൂന്നാമതൊരു പാളിയുണ്ട്. ആ പാളിയുടെ പേരാണ് മൊസോസ്ഫിയർ. ബഹിരാകാശത്ത് നിന്ന് വരുന്ന ചെറിയ ഉൽക്കകള്, ഷൂട്ടിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ആയി കാണുന്ന ഈ ഉൽക്കകളെ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ്, കേൾക്കണേ സഹോദര, ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് വായുവുമായുള്ള ഘർഷണം മൂലം അവിടെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിക്കാത്തത്. ഇത് സംവിധാനിച്ചവൻ, ഇതിന്റെ എഞ്ചിനീയർ അതല്ലാഹു അല്ലയോ? ഓർക്കണേ, ഉൽക്കകളെ കത്തിച്ചു കളയുന്ന മൂന്നാമത്തെ പാളി, ആ മൂന്നാമത്തെ പാളിയാണ് മൊസോസ്ഫിയർ. ആ മൊസോസ്ഫിയർ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക? നാലാമത്തെ പാളി ഏതാണെന്നറിയോ? തെർമോസ്ഫിയർ ആണ്. അവിടെ വലിയ താപനിലയാണ്. പല ഉപഗ്രഹങ്ങളും ഈ ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നുണ്ട്. ഉയർന്ന ചൂടുള്ള ഒരു പാളിയാണ്. ആ ചൂടിനെ താങ്ങി നിർത്താനാണ് അല്ലാഹു തെർമോസ്ഫിയർ എന്ന് പറയുന്ന ഭൂമിയുടെ മുകളിൽ ഒരു പാളിയെ അല്ലാഹു സംവിധാനിച്ചത്. ഒരൊറ്റ പാളി കൂടിയുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറം പാളി എന്നറിയപ്പെടുന്ന. അവിടെ വായു കുറവാണ്. ബഹിരാകാശം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ചില ഉപഗ്രഹങ്ങൾ ഈ ഭാഗത്ത് ഭ്രമണം ചെയ്യുന്നുണ്ട്. ഏതാണത്? എക്സോസ്ഫിയർ. ഓർക്കണേ സഹോദര, ഈ 5 പാളി ഭൂമിയും ബഹിരാകാശവും തമ്മിലുള്ള അവസാനത്തെ അതിർത്തി. ഇത് മനുഷ്യ നിർമ്മിതിയല്ലെന്ന്, ഇത് മനുഷ്യന് നിർമ്മിച്ചതല്ലെന്ന് ഇതിന്റെ എഞ്ചിനീയർ ഇത് നിർമ്മിക്കാൻ മനുഷ്യബുദ്ധിക്കാകുന്നതിന്റെ എത്രയോ അപ്പുറത്താണെന്ന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ലേ സഹോദര? തീർന്നില്ല. ഈ അന്തരീക്ഷത്തിൽ മനുഷ്യന്റെ ജീവിതം നിലനിൽക്കാനാണ് അള്ളാഹു ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. തീർന്നില്ല. ബ്ലാക്ക് ഹോൾ എന്ന് പറയപ്പെടുന്ന അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒരു വസ്തു. പ്രകാശത്തിന് പോലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അതുപോലെ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. പകൽ സമയത്ത് പുറത്തിറങ്ങിയിട്ട് നല്ല ചൂടുള്ള സമയത്ത് ആകാശത്തെ
ആകാശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ ആകാശത്തിന് വല്ലാത്ത നീല നിറമാ. ആരാണ് ആ നീല നിറം നൽകിയത്? അതിന്റെ ശാസ്ത്രീയ വശം എന്താണെന്നറിയോ? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ വായു കണങ്ങളിൽ ചിതറുമ്പോ, കേൾക്കണേ, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ വായു കണങ്ങളിൽ ചിതറുമ്പോ നീലപ്രകാശം കൂടുതലായി ചിതറുന്നതിലാണ് പകൽ സമയം ആകാശം നീലയായി കാണപ്പെടുന്നത്. ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ചോദിക്കട്ടെ, ഈ എല്ലാ മാറ്റങ്ങളുടെയും ഈ എല്ലാ പ്രവർത്തനങ്ങളും താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു അജയ്യമായ ശക്തി അതല്ലാഹു അല്ലയോ? അത് പടച്ച റബ്ബിന്റെതല്ലയോ? ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൃഷ്ടിയിലും വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, പകലും രാവും മാറി മറയുന്നതിലും ലആയാതിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരിശുദ്ധമായ ആലു ഇമ്രാനിലെ 190-ാമത്തെ ആയത്ത് പറയുമ്പോ, ഇനി എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ സംശയിക്കുക? ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളൊന്നും അതൊരു മനുഷ്യ നിർമ്മിതിയല്ല. പിന്നെന്താണത്? അതിന്റെ ഉള്ളിൽ ഒരു അജയ്യമായ ശക്തിയുണ്ട്. അതിന്റെ പിന്നിൽ ഒരാത്മീയമാകുന്ന പിടുത്തവും ഒരാത്മീയമാകുന്ന കൈകടത്തലുകളുമുണ്ട്. ആരാണത്? ഒരു ശക്തിയുണ്ട്. അതിന്റെ പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ അദൃശ്യ ശക്തിയുടെ പേരാ ആദ്യമായി ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചവന്, മാതൃകയില്ലാത്ത പടച്ച ഈ ആകാശത്തെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ കേട്ടുവല്ലോ. ഇതെല്ലാം, ഈ പ്രതിഭാസങ്ങളെല്ലാം ഈ ഭൂമിയിൽ നടക്കുമ്പോ ഇതെല്ലാം അല്ലാഹുവിടെ സംവിധാനിച്ചിട്ട് എങ്ങനെയാണ് മുസ്ലിമേ അഫില്ലാഹി ശക്കും, എങ്ങനെയാണ് അല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ സംശയിക്കുന്നത്? സംശയിക്കാൻ എവിടെയാണ് വഴിയുള്ളത്? ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബാബിലോണിയ പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ ആസർ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും ആ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നു. സമൂഹത്തിൽ ചിലർ വിഗ്രഹങ്ങളെയും മറ്റു ചിലർ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹാ. ഇബ്രാഹിം നബി തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞു, വിഗ്രഹങ്ങളെ ദൈവങ്ങളാക്കുകയാണോ? സൂറത്തു അൻആമിന്റെ 74-ാമത്തെ ആയത്തിൽ കാണാം, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി തന്റെ വാപ്പയാകുന്ന ആസറിനോട് ചോദിച്ചു, അതത്തഖിദു അസ്നാമൻ ആലിഹാ, നിങ്ങളുണ്ടാക്കുന്ന ബിംബങ്ങളെ നിങ്ങൾ അതിനെ ആരാധിക്കുകയാണോ? ശേഷം അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശലോകങ്ങളുടെ മഹത്തായ അതിന്റെ സൃഷ്ടിപ്പും അതിന്റെ ഘടനയും അതിന്റെ അത്ഭുതങ്ങളും അത്യത്ഭുതങ്ങളും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണിച്ചു കൊടുത്തു. രാത്രിയായി നക്ഷത്രം കണ്ടപ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നക്ഷത്രം തെളിഞ്ഞു വന്നപ്പോ ആ ബാബിലോണിയിലുള്ള ആളുകളോട് ചോദിച്ചു, അതാ റബ്ബി, ഇതാണോ രക്ഷിതാവ്? എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ ആ നക്ഷത്രം അങ്ങ് അസ്തമിച്ചു പോയി. ഉടൻ തന്നെ ഇബ്രാഹിം നബി അവരോട് ചോദിച്ചു, നക്ഷത്രം എവിടെയാണ് നക്ഷത്രം? ലാ ഉഹിബ്ബുൽ ആഫിലീൻ,
അസ്തമിക്കുന്നവരെ എങ്ങനെയാണ് ദൈവമാക്കുക? അസ്തമിക്കുന്നവൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചമണ്ഡലത്തിന്റെ പ്രതിഭാസങ്ങളെ, ഈ പ്രപഞ്ചമണ്ഡലത്തിന്റെ അത്ഭുതങ്ങളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് എങ്ങനെയാണ് കഴിയുക? അസ്തമിച്ചു പോകുന്നവന് ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് മറഞ്ഞു പോകുന്ന ഒന്നിനെ ദൈവമാക്കാൻ, അതിന് അല്ലാഹുവാണെന്ന് പറയാൻ കഴിയില്ലെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കുറച്ചു കഴിഞ്ഞപ്പോ ആകാശലോകത്ത് ചന്ദ്രന്റെ വരവാണ്. ചന്ദ്രനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാണോ എന്റെ രക്ഷിതാവ്? ബാബിലോണയിലുള്ള ആളുകളോട് ചോദിച്ചു, ഇതാണോ എന്റെ ദൈവം? ഇതാണോ പടച്ചറബ്? കുറച്ചു കഴിഞ്ഞപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അതെ. ചന്ദ്രനെ ആരാധിച്ചിരുന്ന ആളുകൾ പറഞ്ഞു, അതെ, ഇതാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ചന്ദ്രനും അങ്ങ് സ്തമിച്ചു പോയപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ചോദിച്ചു, ലഇല്ലം യഹ്ദിനി റബ്ബി, ലഇല്ലം യഹ്ദിനി റബ്ബി, എന്റെ റബ്ബ് എന്നെ ഹിദായത്തിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ റബ്ബ് എനിക്ക് സന്മാർഗം കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ലകൂനന്ന മിനൽ ഖൗമിൽ ളാദ്ദീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ചന്ദ്രൻ അസ്തമിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അവരോട് പറയുകയാണ്, എന്റെ രക്ഷിതാവ് എനിക്ക് സന്മാർഗ ദർശനം നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ വഴിപിഴച്ചവരിൽ പെടുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായി. ആ പ്രഭാതമായപ്പോ സൂര്യൻ ഉദിച്ചു. ആ സൂര്യനെ കാണിച്ചു കൊടുത്തിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഇതാണോ എന്റെ ദൈവം? സൂര്യൻ വലിയതല്ലേ? ആ സൂര്യനെ കാണിച്ചു കൊടുത്തിട്ട് അത് ഏറ്റവും വലുതായിരുന്നതിനാൽ അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു, അത് അതിവിദൂരത്താണ് നിൽക്കുന്നത്, അതിന് ചൂടുണ്ട്, അസഹനീയമായ ചൂടാണ്, പ്രത്യേകതകൾ കൂടുതലാണ്, എല്ലാറ്റിന്റെയും നേതാവ് സൂര്യനാണ്. ആ സൂര്യനെ കാണിച്ചു കൊടുത്തിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഇതാണോ എന്റെ രക്ഷിതാവ്? ഇത് ഏറ്റവും വലുതാണല്ലോ. എന്നാൽ അസ്തമയ സമയമായപ്പോ ആ സൂര്യനും അങ്ങ് അസ്തമിച്ചുപോയി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. യാ ഖൗമി, എന്റെ ജനങ്ങളെ ഇന്നി ബരീ, ഞാൻ തീർത്തും മുക്തനാണ്, മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അല്ലാഹുവിനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ തീർത്തും മുക്തനാണെന്ന് പറയുകയും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നേർക്കാണ് ഞാൻ എന്റെ മുഖം തിരിക്കുന്നത്. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. ഞാനൊരിക്കലും വമാ അന മിനൽ മുശ്രികീൻ, ഞാനൊരിക്കലും മുശ്രിക്കുകളിൽ പെട്ടവരല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, ഈ ചരിത്രം നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ ഐഡിയാപരമായി, വളരെ ഹിക്മത്തോടെ, വളരെ ക്രിയാത്മകമായിട്ട് ആ ജനതയിൽ വലിയ ഇടപെടലുകൾ, തൗഹീദിന്റെ വേരോട്ടം നടത്താൻ, ഇലാഹിയായ ചിന്തകള് ആ സമൂഹത്തിൽ ഉണ്ടായി
ഉണ്ടാക്കിയെടുക്കാൻ, വലിയ വേരോട്ടം നടത്താൻ, ആ ബാബിലോണിലെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഹിക്മത്തിന്റെ വലിയ ഐഡിയാപരമായ മുന്നേറ്റമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയതെങ്കിൽ നമ്മുടെ സമുദായത്തോടും നമ്മുടെ സമൂഹത്തോടും നമുക്ക് ചോദിക്കാം, ഇതൊക്കെ പഠിച്ചിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിന്നെ കണ്ടിട്ടും നിന്റെ ജീവിതം കണ്ടിട്ടും ഈ ഭൂമിയും ആകാശവും ഇതിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും കണ്ടിട്ടും എന്തുകൊണ്ടാണ് നീ അല്ലാഹുവിനെ അവിശ്വസിക്കുന്നത്? ഇലാഹിയായ ചിന്തയുള്ളവരില്, തൗഹീദുള്ളവരില്, ആ തൗഹീദിനെ ഹൃദയത്തിലേറ്റിയവരില് സാധുക്കളായ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഇനി നമുക്ക് പറയാനുള്ളത്, മതമില്ലാതെ ജീവിക്കുന്ന ആളുകളോടാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? ഒരുപാട് ആളുകള് നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെ മാറാൻ പറ്റുമോ? ഒരിക്കലും മാറാൻ പറ്റില്ല. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് അള്ളയാണ്. അല്ലേ? ഒരു ഘടനയും നോക്കാതെ, അതല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാതെ അള്ളാഹ് സൃഷ്ടിച്ചു. ഇതൊന്നും മനുഷ്യനിർമ്മിതിയാണെന്ന് ശാസ്ത്രം പറയുന്നില്ല. മനസ്സിലായി? ഇതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ അദൃശ്യ ശക്തിയുടെ പേരാണ് അള്ളാഹ്. ആ അള്ളാഹുവിനോടുള്ള ഹബ്ബ്, ആ അള്ളാഹുവിനോടുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അള്ളാഹുവേ തൗഹീദിലായി അടിയുറച്ച് മരണം വരെ ജീവിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.